വെൽക്കം ബാക്ക് ടു ബീനാസ് ലേണിംഗ് ക്ലാസ്. ഇന്ന് നമ്മൾ 7ാം ക്ലാസ്സിലെ ബേസിക് സയൻസ് അല്ലെങ്കിൽ അടിസ്ഥാന ശാസ്ത്രത്തിൻ്റെ 6ാമത്തെ ചാപ്റ്ററാണ് ഹീറ്റ് ഇൻ എവരിഡേ ലൈഫ്. ഹീറ്റ് ഇൻ എവരിഡേ ലൈഫ്, താപം നിത്യജീവിതത്തിൽ. ആ ടെസ്റ്റിനകത്തിൽ പേജ് നമ്പർ 11 പല ഊർജങ്ങളെക്കുറിച്ചുള്ള പിക്ചർ കൊടുത്തിട്ടുണ്ട് കേട്ടോ. പുസ്തകത്തിലെ പേജ് നമ്പർ 11 ചിത്രത്തിൽ ഏതൊക്കെ ഊർജ്ജരൂപങ്ങളാണ് പ്രയോജനപ്പെടുത്തിയിട്ടുള്ളത് എന്ന് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ടെസ്റ്റ് നോക്കിയിട്ട് വേണേ. അതിനകത്തിൽ ലൈറ്റ് എനർജി എന്ന് വെച്ചാൽ പ്രകാശോർജം, സോളാർ എനർജി സൗരോർജം, ഇലക്ട്രിക് എനർജി വൈദ്യുതോർജം, ഹീറ്റ് എനർജി താപോർജം, മെക്കാനിക്കൽ എനർജി യാന്ത്രികോർജം. ഇത് ഇംഗ്ലീഷും ഇത് മലയാളവുമാണ്. ടെസ്റ്റിന് പേജ് നമ്പർ 11 പല ഊർജങ്ങളെക്കുറിച്ചും കൊടുത്തിട്ടുണ്ട്. അത് ഏതൊക്കെയാണെന്നുള്ളതാണ് കേട്ടോ. ഈ പേര് കേട്ടോണമെങ്കിൽ പ്രകാശോർജം, അതിൻ്റെ ഇംഗ്ലീഷാണ് ലൈറ്റ് എനർജി, സൗരോർജം സോളാർ എനർജി, വൈദ്യുതോർജം ഇലക്ട്രിക് എനർജി, താപോർജം ഹീറ്റ് എനർജി, യാന്ത്രികോർജം മെക്കാനിക്കൽ എനർജി. ഈ എനർജിയുടെയൊക്കെ പേര് പഠിച്ചോണേ കേട്ടോ. ഇതിൻ്റെ എല്ലാം ഊർജമാണ്. ഊർജത്തിൻ്റെ ഇംഗ്ലീഷാണ് എനർജി കേട്ടോ. ഇത് ഒരു 5 എനർജിയുടെ പേര് പഠിച്ചല്ലോ. മെക്കാനിക്കൽ എനർജി, ഹീറ്റ് എനർജി, ഇലക്ട്രിക് എനർജി, സോളാർ എനർജി, ലൈറ്റ് എനർജി. അപ്പോൾ ടെസ്റ്റിലെ 11ാമത്തെ പേജിൽ ആദ്യം കൊടുത്തിരിക്കുന്ന ഇതാണ് കേട്ടോ. ഇനിയപ്പോൾ നമ്മൾ ടെസ്റ്റിലെ താപോർജം പ്രയോജനപ്പെടുത്തുന്ന സന്ദർഭങ്ങൾ എന്തെല്ലാം? ഹീറ്റ് എനർജി യൂസ്ഡ്. താപോർജം പ്രയോജനപ്പെടുത്തുന്ന സന്ദർഭങ്ങൾ എന്തെല്ലാം? ഹീറ്റ് എനർജി യൂസ്ഡ്. എന്തിനെല്ലാം? ഫോർ കുക്കിംഗ്, പാചകം ചെയ്യാൻ. ഫോർ ഹീറ്റിംഗ് വാട്ടർ, വെള്ളം ചൂടാക്കാൻ. ഫോർ ഡ്രൈയിങ് ക്ലോത്ത്, ഫയർവുഡ് എക്സെട്ര, വസ്ത്രങ്ങളൊക്കെ അല്ലെങ്കിൽ വിറക് എന്നിവ ഉണക്കാൻ എന്ത് ചെയ്യുന്നു? നമ്മൾ ഹീറ്റ് എനർജി ഉപയോഗിക്കുന്നു. ഫോർ അയണിങ് ഡ്രസ്സ്, വസ്ത്രങ്ങൾ ഇസ്തിരി ഇടാനും എന്താണ് നമ്മൾ താപോർജം പ്രയോജനപ്പെടുത്തുന്നു. താപോർജം എന്തോത്തിനെല്ലാം നമ്മൾ ഉപയോഗിക്കുന്നു എന്നാണ് ഹീറ്റ് എനർജി. നമ്മൾ ഈ ചാപ്റ്ററിനകത്തിൽ ഹീറ്റ് ഇൻ എവരിഡേ ലൈഫ് എന്നാണ്, താപം നിത്യജീവിതത്തിൽ. ആദ്യമേ നമ്മൾ പഠിച്ചത് കുറേ എനർജിയുടെ പേരാണ് പിക്ചറിൽ തന്നിട്ടുണ്ട്. രണ്ടാമത്തെ നമ്മൾ എന്തിനെല്ലാമാണ് ഹീറ്റ് എനർജി യൂസ് ചെയ്യുന്നത്? കുക്കിങ്ങിന് അല്ലേ, ആഹാരം പാകം. ഈ താപം എന്ന് വെച്ചാൽ എന്താ നിങ്ങൾ? ചൂടെന്നാണ് അതിൻ്റെ ആ ഒരു ക്ലൂ ഓർത്ത് വെച്ചേക്കണം കേട്ടോ. താപം അപ്പോൾ ചൂട്. ഫോർ കുക്കിംഗ്, പാചകം ചെയ്യാൻ നമുക്ക് താപോർജം വേണം. ഹീറ്റിംഗ് വാട്ടർ, വെള്ളം ചൂടാക്കാൻ. പിന്നെ ഡ്രൈയിങ് ക്ലോത്ത്, തുണി ഉണങ്ങാൻ ചൂട് വേണം. ഫയർവുഡ്, തീ കത്തുമ്പോഴോ. പിന്നെ ഫോർ അയണിങ് ഡ്രസ്സ്, നമുക്ക് തുണി ഇസ്തിരി ഇടാൻ അല്ലേ, തേക്കുക എന്ന് പറയത്തില്ലേ, അതിനൊക്കെ നമുക്ക് എന്ത് വേണം? ഹീറ്റ് എനർജി വേണം. 2 ക്വസ്റ്റ്യൻ ആൻസറും ഓക്കെ ആണോ? അടുത്തത് തണുപ്പ് കാലത്ത് വെളിച്ചെണ്ണ കട്ടിയാകുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? തണുപ്പ് കാലത്ത് വെളിച്ചെണ്ണ കട്ടിയാകുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ടോ? കാരണം എന്താണ്? ഹൗ യു നോട്ടീസ്ഡ് കോക്കനട്ട് ഓയിൽ സോളിഡിഫൈയിങ് ഡ്യൂറിങ് വിൻ്റർ? വാട്ട് ഈസ് ദ റീസൺ? ഡ്യൂറിങ് ദ വിൻ്റർ temperature decreases, so liquid coconut oil changes in the solid state. എന്താ നിങ്ങളെ? ഡ്യൂറിങ് വിൻ്റർ ടെമ്പറേച്ചർ ഡിക്രീസ്, സോ ലിക്വിഡ് കോക്കനട്ട് ഓയിൽ ചേഞ്ച് ഇൻ ദ സോളിഡ് സ്റ്റേറ്റ്. തണുപ്പ് കാലത്ത് നമ്മുടെ താപനില കുറയുന്നു, ഡിക്രീസ് ആവുന്നു, കുറയുന്നു അല്ലേ. ചൂട് അന്നേരം കുറഞ്ഞിട്ട് തണുപ്പല്ലേ കൂടുതൽ. തന്മൂലം ഈ ദ്രാവകാവസ്ഥയിലുള്ള വെളിച്ചെണ്ണ ഖരാവസ്ഥയിലേക്ക് മാറുന്നു എന്നാണ്. 3 ക്വസ്റ്റ്യൻ ആൻസർ ഓക്കെയാണോ? പ്രധാനപ്പെട്ടത് മാത്രമേ തരുന്നുള്ളൂ നിങ്ങളെ കേട്ടോ. 7ാം ക്ലാസ്സിലെ 6ാമത്തെ പാഠമാണിത്. അതിൻ്റെ 3ാമത്തെ ക്വസ്റ്റ്യൻ ആൻസറാണ്. ഓക്കെ ആണല്ലോ. അടുത്തത് 4ാമത്തെ ചോദ്യം. എന്താണ് വാട്ട് ഈസ് ഹീറ്റ്? എന്താണ് ഹീറ്റ് അല്ലെങ്കിൽ താപം എന്നാൽ എന്ത്? ഹീറ്റ് ഈസ് എ ഫോം ഓഫ് എനർജി ദാറ്റ് ക്യാൻ ചേഞ്ച് ദ സ്റ്റേറ്റ് ഓഫ് മാറ്റർ. അതായത് പദാർത്ഥങ്ങളുടെ അവസ്ഥയിൽ മാറ്റം വരുത്താൻ കഴിയുന്ന ഊർജ്ജരൂപമാണ് താപം. എന്താ നിങ്ങളെ? ഹീറ്റ് എന്നാൽ എന്ത്? താപം എന്നാൽ എന്താണ്? ഹീറ്റ് ഈസ് എ ഫോം ഓഫ് എനർജി ദാറ്റ് ക്യാൻ ചേഞ്ച് ദ സ്റ്റേറ്റ് ഓഫ് മാറ്റർ. മാറ്റർ എന്ന് വെച്ചാൽ പദാർത്ഥം. ഒരു പദാർത്ഥങ്ങളുടെ അവസ്ഥയിൽ മാറ്റം വരുത്താൻ കഴിയുന്ന ഊർജ്ജരൂപമാണ് താപം. അടുത്ത വാട്ട് ഈസ് ട്രാൻസ്മിഷൻ ഓഫ് ഹീറ്റ്? വാട്ട് ഈസ് ട്രാൻസ്മിഷൻ ഓഫ് ഹീറ്റ്? താപപ്രേക്ഷണം എന്നാൽ എന്ത്? ട്രാൻസ്മിഷൻ ഓഫ് ഹീറ്റ് റെഫേഴ്സ് ടു ദ ഫ്ലോ ഓഫ് ഹീറ്റ് ഫ്രം വൺ പ്ലേസ് ടു അനദർ. താപം ഒരിടത്ത് നിന്ന് മറ്റൊരിടത്തേക്ക് പ്രവഹിക്കുന്നതാണ് താപപ്രേക്ഷണം.
ഇപ്പം നമ്മൾ വെള്ളം എടുത്തു നോക്കൂ നിങ്ങളെ. വെള്ളത്തിനെ നമുക്ക് 3 സ്റ്റേജിലും കാണാം. ഖരം, ദ്രാവകം, വാതകം, സോളിഡ്, ലിക്വിഡ്, ഗ്യാസ് എന്നീ 3 സ്റ്റേജിലോട്ട് നമുക്ക് മാറ്റാൻ പറ്റും. അതായത് നമ്മൾ ഇച്ചിരി വെള്ളം എടുത്ത് നമ്മുടെ ഫ്രിഡ്ജിൻ്റെ ഫ്രീസറിൽ വെച്ച് കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് അതെന്താണത് സോളിഡ് അതായത് ഖരമായിട്ടങ്ങ് മാറുന്നു. എന്നാൽ അത് കുറച്ച് നേരം നമ്മൾ വെളിയിൽ വെച്ച് കഴിഞ്ഞാലോ അത് ലിക്വിഡായിട്ട് മാറുന്നുണ്ട് അല്ലേ. ഇനി അതിനെ നമ്മൾ അടുപ്പിൽ വെച്ച് കത്തിക്കുമ്പോൾ അതിൽ നിന്ന് എന്താണോ ഗ്യാസ് ആയിട്ട് മാറുന്നു. അപ്പോൾ ഈ വെള്ളത്തിനെ 3 ഫോമിലോട്ട് മാറ്റാൻ നമുക്ക് പറ്റും. എന്താണ് വാട്ടറിനെ ഡിഫറെൻറ്റ് സ്റ്റേജിലോട്ട് മാറ്റാൻ പറ്റും. ഏതാണ് സോളിഡ്, ലിക്വിഡ്, ഗ്യാസ്. അതിൻ്റെയൊക്കെ എക്സ്പെരിമെൻ്റ് ഉൾപ്പെടെ നിങ്ങളുടെ ടെസ്റ്റിൽ കിടപ്പുണ്ട്. ആ എക്സ്പെരിമെൻ്റ് നല്ലപോലെ പഠിക്കണം കേട്ടോ. അതായത് ഒരു ഗ്ലാസ് നമ്മുടെ ടെസ്റ്റിൽ തന്നെ ചോദിച്ചിട്ടുണ്ട്. ചിത്രത്തിൽ കാണുന്നത് പോലെ ഒരു ഗ്ലാസ്സിൽ സാധാരണ താപനിലയിലുള്ള ജലവും മറ്റൊരു ഗ്ലാസ്സിൽ ചൂടുള്ള ജലവും എടുക്കുക. രണ്ടിലും ഏതാനും ഐസ് ക്യൂബുകൾ ഇടുക. ഇതിൽ ഏത് ഗ്ലാസ്സിലെ ഐസ് ക്യൂബാണ് വേഗത്തിൽ ഉരുകുന്നത്, അത് എന്തുകൊണ്ടാണ് എന്നൊരു ചോദ്യമുണ്ട് ടെസ്റ്റിൽ. എന്താ നിങ്ങളെ ഏത് ഗ്ലാസ്സിലെ ഐസ് ക്യൂബാണ് വേഗത്തിൽ ഉരുകുന്നത്, അത് എന്തുകൊണ്ടാണ്? ചൂടുള്ള ജലത്തിലെ ഐസ് വേഗത്തിൽ ഉരുകുന്നു. അത് അതങ്ങ് എഴുതിയെടുക്കണം കേട്ടോ. ചൂടുള്ള ഈ ഐസ് ക്യൂബ് ഇൻ ഹോട്ട് വാട്ടർ മെൽറ്റ് ഫാസ്റ്റർ. ഐസ് ക്യൂബ് എന്ത് ചെയ്യുന്നു? ഇൻ ഹോട്ട് വാട്ടറിൽ മെൽറ്റ് ഫാസ്റ്റർ. പെട്ടെന്ന് ചൂടുള്ള ജലത്തിലെ ഐസ് വേഗത്തിൽ ഉരുകുന്നു. ചൂടുള്ള ജലത്തിൻ്റെ ഉയർന്ന താപനിലയാണ് ഇതിന് കാരണം. എന്തുകൊണ്ടാണ്? ബിക്കോസ് ദ ടെമ്പറേച്ചർ ഓഫ് ഹോട്ട് വാട്ടർ ഈസ് ഹൈ. അങ്ങനെ ഒരു ചോദ്യവും ടെസ്റ്റിനകത്തിലുണ്ട് കേട്ടോ. നിങ്ങൾക്ക് അത് ആ നോട്ട് എഴുതിയില്ലെങ്കിൽ ഞാൻ ആ പറഞ്ഞത് അങ്ങ് എഴുതിയെടുത്തോണം കേട്ടോ. അതൊരു എക്സ്പെരിമെൻ്റ് ആയതുകൊണ്ടാണ് ഞാൻ എഴുതാഞ്ഞത്. കാരണം ഇതിനകത്തിൽ ഒരുപാട് എക്സ്പെരിമെൻ്റ് നമ്മുടെ ഈ ടെസ്റ്റിൽ ഈ ചാപ്റ്ററിൽ പഠിക്കാനുണ്ട്. അതുപോലെ തന്നെ ചോദിച്ചിട്ടുണ്ട്. ടെസ്റ്റിനകത്തിലെ ഒരു ചോദ്യമില്ലേ, ഈ ഐസിൻ്റെ അവസ്ഥാമാറ്റത്തിന് കാരണമായ ഊർജ്ജരൂപം ഏതാണ്? നമ്മുടെ ഇവിടെ ഐസിൻ്റെ അവസ്ഥ മാറിയില്ലേ, അതിന് കാരണമായ ഊർജ്ജം, അതായത് വിച്ച് ഫോം ഓഫ് എനർജി കോസ്ഡ് ദ ചേഞ്ച് ഓഫ് സ്റ്റേറ്റ് ഐസിൻ്റെ അവസ്ഥ മാറ്റത്തിന് കാരണം ഏതാണ്? ഹീറ്റ് എനർജിയാണ്, ചൂട് അല്ലേ. അതായത് താപോർജ്ജമാണ് അതിന് കാരണം. അങ്ങനെ ഒരു ചോദ്യവും നമ്മുടെ ടെസ്റ്റിലുണ്ട്, അത് എഴുതണം കേട്ടോ. ഡിഡ് നോട്ട് ഐസ് ഗെറ്റ് ആഡിക്വേറ്റ് ഹീറ്റ് ഫ്രം വാട്ടർ ടു മെൽറ്റ്. ഐസ് ഉരുകാൻ താപം ലഭിച്ചത് എവിടെ നിന്നാണ്? ഇത് ഐസ് ഉരുകാനുള്ള താപം ലഭിച്ചതും ആ വെള്ളത്തിൽ നിന്നുമാണ് കേട്ടോ, ജലത്തിൽ നിന്നും, വാട്ടർ. ഇനി അടുത്ത നോക്കിക്കേ. അടുത്ത് നോക്കുന്നില്ല. വാട്ട് ഹാപ്പൻഡ് ടു ദ പോട്ട് ആഫ്റ്റർ ടേണിംഗ് ഓഫ് ദ ഗ്യാസ് സ്റ്റൗ ഫോർ എ വൈ ഡസ് ദ പോട്ട് ലോസ് ഹീറ്റ്? അതായത് ഒരു ഗ്യാസ് സ്റ്റൗ ഓഫ് ചെയ്ത ശേഷം അല്പനേരം കഴിയുമ്പോൾ ആ പാത്രത്തിന് എന്ത് സംഭവിക്കുന്നു എന്നൊരു ചോദ്യമുണ്ട്. നമുക്ക് നോർമലി പറയാവുന്ന കാര്യമാണ് അല്ലേ. ഒരു ഗ്യാസ് സ്റ്റൗ ഓഫ് ചെയ്ത ശേഷം അല്പനേരം കഴിയുമ്പോൾ അതിലിരുന്ന പാത്രത്തിന് എന്ത് സംഭവിക്കുന്നു? ആ പാത്രം പെരുക്കെ എന്താവുന്നു? നിങ്ങളെ തണുക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ പാത്രത്തിൽ നിന്നും ചൂട് അല്ലെങ്കിൽ താപം നഷ്ടപ്പെടുന്നതാണ് അതിന് കാരണം. ഇറ്റ് ഈസ് ബിക്കോസ് ദ പോട്ട് ലോസസ് ഹീറ്റ് അല്ലേ. ദ ഹീറ്റ് ഈസ് ട്രാൻസ്ഫേർഡ് ടു ദ സറൗണ്ടിങ്. പാത്രത്തിൽ നിന്നും ആ താപം അതിൻ്റെ പരിസരത്തിലേക്ക് പ്രേക്ഷണം ചെയ്യപ്പെടുന്നു. അവിടെ മാത്രം അങ്ങ് നിന്നില്ല, അത് അവിടെ നിന്നും പല സ്ഥലത്തിലേക്കും അത് പ്രേക്ഷണം ചെയ്യപ്പെട്ട് പോയുന്നതാണ് കേട്ടോ. താപം ഒരു പദാർത്ഥത്തിൽ നിന്നും മറ്റൊരു പദാർത്ഥത്തിലേക്ക് കൈമാറ്റം ചെയ്യുമോ എന്നൊരു ചോദ്യമുണ്ട്. താപം എന്ന് പറയുന്നത് എന്ന് വെച്ചാൽ ഹാവ് യു നോട്ടീസ്ഡ് ഹീറ്റ് ട്രാൻസ്ഫേർഡ് ഫ്രം വൺ സബ്സ്റ്റൻസ് ടു അനദർ. ഹീറ്റ് ഗെറ്റ്, അത് വേണമെങ്കിൽ എഴുതിയെടുത്തോ നിങ്ങൾ, അങ്ങനെ ഒരു ചോദ്യവും കാണും. ഡസ് ഹീറ്റ് ഗെറ്റ് ട്രാൻസ്ഫേർഡ് ഫ്രം വൺ സബ്സ്റ്റൻസ് ടു അനദർ? വാട്ട് ഈസ് യുവർ ഒപ്പീനിയൻ? നിങ്ങളുടെ ഒപ്പീനിയൻ എഴുതാനാണ്. താപം ഒരു പദാർത്ഥത്തിൽ നിന്നും മറ്റൊരു പദാർത്ഥത്തിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുമോ? അതൊക്കെ ചോദ്യങ്ങൾ ഇങ്ങനെ ആണോ അല്ലയോ എന്ന ചോദ്യം ആയതുകൊണ്ടാണ് ഞാൻ ഇത് നോട്ട് എഴുതാഞ്ഞത് കേട്ടോ. എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നാ? താപം ഒരു പദാർത്ഥത്തിൽ നിന്നും മറ്റൊരു പദാർത്ഥത്തിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുമെന്നാ. നമ്മൾ ആ ചൂടടിക്കുന്ന ഭാഗം മാത്രമല്ല, അത് അവിടെ നിന്നും എന്ത് ചെയ്യുന്നു, മറ്റൊരു ഭാഗത്തോട്ട് ഇങ്ങനെ ഹീറ്റ് ഗെറ്റ് ട്രാൻസ്ഫേർഡ് ഫ്രം വൺ സബ്സ്റ്റൻസ് ടു അനദർ കേട്ടോ. അങ്ങനെ ഒരെണ്ണമുണ്ട്. അതുപോലെ തന്നെ താപത്തിൻ്റെ കൈമാറ്റം എന്ന ഹെഡിങ് ഉണ്ടല്ലോ നിങ്ങൾ, അതിനകത്തിൽ ട്രാൻസ്ഫർ ഓഫ് ഹീറ്റ് എന്ന് പറയുന്നത് ടെസ്റ്റ് നോക്കിയിട്ട് വേണേ. ട്രാൻസ്ഫർ ഓഫ് ഹീറ്റ്, താപത്തിൻ്റെ കൈമാറ്റം. അതിനകത്തിൽ ഒരു ഗ്യാസ് സ്റ്റൗവിൽ ഒരു പാത്രത്തിൽ അരി പാകം ചെയ്യുന്നതാണ് ചിത്രത്തിൽ കാണുന്നത്. ഇതിൻ്റെ ഒരു ഫ്ലോ ചാർട്ട് വരയ്ക്കാൻ ചോദിച്ചിട്ടുണ്ട്.
ഇതിൽ നിന്ന് നിങ്ങൾ എത്തിച്ചേരുന്ന നിഗമനം എന്താണ്? അതായത് സ്റ്റൗവിൽ തീ കത്തുന്നു, അതിലോട്ട് ചൂട് താപം കൊടുക്കുന്നുണ്ട്, പാത്രം അതിലിരിപ്പുണ്ട്, പാത്രത്തിൽ വെള്ളമുണ്ട്, അതിനകത്ത് അരിയുണ്ട്, അല്ലേ? ഈ എന്താ ഇതിൽ നിന്ന് നിങ്ങൾ എത്തിച്ചേരുന്ന നിഗമനം എന്താണെന്നാണ്. താപം ഒരു പദാർത്ഥത്തിൽ നിന്നും മറ്റൊന്നിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടും എന്നാണ് പറയുന്നത് കേട്ടോ. അതൊരു എക്സ്പെരിമെൻ്റ് ആയിട്ടാണ് ചോദിക്കുന്നത്. ടെസ്റ്റിൽ തന്നിട്ടുണ്ട് കുഞ്ഞുങ്ങളെ, അതുകൊണ്ടാണ് ഞാൻ നോട്ട് എഴുതാഞ്ഞത്. ഞാൻ എന്തിനാ ഇങ്ങനെ ഈ പറയുന്നതെന്ന് നിങ്ങൾക്കൊരു ചോദ്യം വന്നു കഴിഞ്ഞാൽ അത് ടെസ്റ്റിൽ തന്നിട്ടുണ്ട് കേട്ടോ. ടെസ്റ്റിൽ അതിൻ്റെ എക്സ്പെരിമെൻ്റ് ഓൾറെഡി നല്ല രീതിയിൽ തന്നിട്ടുണ്ട്. ഞാൻ അതിന് ഇങ്ങോട്ട് എഴുതേണ്ട കാര്യമില്ലല്ലോ, അതുകൊണ്ടാണ് കേട്ടോ. ഓക്കെ ആണോ? അടുത്ത നമുക്ക് താപപ്രേക്ഷണം എന്നാൽ എന്ത്? താപപ്രേക്ഷണം എന്നാൽ എന്ത്? ഓക്കെ, അത് നമ്മൾ പറഞ്ഞു. ട്രാൻസ്മിഷൻ ഓഫ് ഹീറ്റ് റെഫേഴ്സ് ടു ദ ഫ്ലോ ഓഫ് ഹീറ്റ് ഫ്രം വൺ പ്ലേസ് ടു അനദർ. താപം ഒരിടത്ത് നിന്നും മറ്റൊരിടത്തിലേക്ക് പ്രവഹിക്കുന്നതാണ് താപപ്രേക്ഷണം എന്ന് നമ്മൾ പറഞ്ഞു. ഇനി ഗ്യാസ് സ്റ്റൗ ഓഫ് ചെയ്ത ശേഷം അല്പം നേരം കഴിയുമ്പോൾ പാത്രത്തിന് എന്ത് സംഭവിക്കും? പാത്രം തണുക്കുന്നു, പാത്രത്തിന് താപം നഷ്ടപ്പെടുന്നതാണ് അതിൻ്റെ കാരണം. അതായത് ഇറ്റ് ഈസ് ബിക്കോസ് ദ പോട്ട് ലോസസ് ഹീറ്റ്. ദ ഹീറ്റ് ഈസ് ട്രാൻസ്ഫേർഡ് ടു ദി സറൗണ്ടിങ്. പാത്രത്തിൽ നിന്നും താപം എന്താണ്? അതിൻ്റെ പരിസരങ്ങളിലേക്ക് പ്രേക്ഷണം ചെയ്യപ്പെടുന്നു എന്നാണ്. പിന്നെ ഒരു എക്സ്പെരിമെൻ്റ് ആണ് പറഞ്ഞിരിക്കുന്നത്, അത് നമ്മളെ ടെസ്റ്റിൽ തന്നിട്ടുണ്ട് കുഞ്ഞുങ്ങളെ കേട്ടോ, അതുകൊണ്ടാണ് എഴുതാഞ്ഞത്. അടുത്ത നോക്കിക്കേ, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്, എന്താണ് കണ്ടക്ഷൻ? ഇത് ഉറപ്പായിട്ടും പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ്. എന്താണ് കണ്ടക്ഷൻ കേട്ടോ? ഇംഗ്ലീഷ് മീഡിയക്കാരെ നോക്കൂ ഞങ്ങളെ. വെൻ ഹീറ്റ് ഈസ് റിസീവ്ഡ് അറ്റ് വൺ എൻഡ് ഓഫ് എ മെറ്റൽ റോഡ്, ദ മോളിക്യൂൾസ് അറ്റ് ദാറ്റ് എൻഡ് റിസീവ് ദ ഹീറ്റ് ആൻഡ് ട്രാൻസ്ഫർ ഇറ്റ് ടു ദ നിയറസ്റ്റ് മോളിക്യൂൾസ്. ദിസ് മെത്തേഡ് ഓഫ് ട്രാൻസ്മിഷൻ ഓഫ് ഹീറ്റ് ഈസ് കാൾഡ് കണ്ടക്ഷൻ. ഇൻ സോളിഡ് ഹീറ്റ് ഈസ് ട്രാൻസ്മിറ്റഡ് ത്രൂ കണ്ടക്ഷൻ. ഇത്രയും എഴുതണോ എന്നുള്ള ചോദ്യവും വരും. ഈ ക്വസ്റ്റ്യൻ ഇത്രയും തന്നെ എഴുതണം. കാരണം എന്താണ് കണ്ടക്ഷൻ? എന്താണ് കണ്ടക്ഷൻ എന്നാൽ എന്തെന്നാണ് നോക്കൂ നിങ്ങളെ. അതായത് വെൻ ഹീറ്റ് ഈസ് റിസീവ്ഡ് അറ്റ് വൺ എൻഡ് ഓഫ് എ മെറ്റൽ റോഡ്. അതായത് ആ ഇംഗ്ലീഷുകാർ അത് അതുപോലെ തന്നെ എഴുതിയെടുക്കണം കേട്ടോ കുഞ്ഞുങ്ങളെ. അതിൻ്റെ മലയാളം എന്താണെന്നറിയോ? ഖരവസ്തുക്കളിൽ താപം പ്രേക്ഷണം ചെയ്യപ്പെടുന്ന രീതിയാണ് ചാലനം അല്ലെങ്കിൽ കണ്ടക്ഷൻ എന്ന് പറയുന്നത്. കണ്ടക്ഷൻ്റെ മലയാളമാണ് ചാലനം. ഖരവസ്തു എന്ന് വെച്ചാൽ കട്ടിയായ അല്ലേ, ഖരവസ്തുക്കളിൽ താപം പ്രേക്ഷണം ചെയ്യപ്പെടുന്ന രീതിയാണ് ചാലനം. എന്നാലോ ഖരപദാർത്ഥത്തിൻ്റെ ഒരു ഭാഗത്ത് താപം ലഭിക്കുമ്പോൾ, അതാണ് അതിൻ്റെ ആൻസർ, ഖരപദാർത്ഥത്തിൻ്റെ ഒരു ഭാഗത്ത് താപം ലഭിക്കുമ്പോൾ ആ ഭാഗത്തുള്ള തന്മാത്രകൾ താപം സ്വീകരിച്ചിട്ട് തൊട്ടടുത്തുള്ള തന്മാത്രകളിലേക്ക് അത് കൈമാറ്റം ചെയ്യപ്പെടുന്നു. ഇത്തരം താപം കൈമാറി പ്രേക്ഷണം ചെയ്യുന്ന രീതിയാണ് ചാലനം എന്ന് പറയുന്നത്. അത് നല്ലതുപോലെ പഠിക്കേണ്ട നിങ്ങൾ, അത് ഇമ്പോർട്ടൻ്റ് ആണ്. കണ്ടക്ഷൻ എന്നാൽ എന്ത്? പരീക്ഷയുടെ ചോദ്യമാണത്. എന്താണ് കണ്ടക്ഷൻ? ഖരവസ്തുക്കളിൽ താപം പ്രേക്ഷണം ചെയ്യപ്പെടുന്ന രീതിയാണ് കണ്ടക്ഷൻ അല്ലെങ്കിൽ ചാലനം എന്ന് പറയുന്നത്. ഈ ഖരപദാർത്ഥത്തിൻ്റെ ഒരു ഭാഗത്ത്, കട്ടിയുള്ള ഒരു ഭാഗത്ത് നമ്മൾ ചൂട് കൊടുക്കുമ്പോഴേ ആ ചൂട് കൊടുത്ത ഭാഗത്തു നിന്നും അതെന്താണ് കുറേശ്ശെ ആ ചൂട് നമ്മളിപ്പം ഒരു സ്റ്റൗവിൽ പാത്രത്തിൽ വെള്ളം അങ്ങോട്ട് പാത്രം അങ്ങോട്ട് വെക്കുക, അല്ലെ പാത്രത്തിൽ വെള്ളം വെക്കുക അല്ലേ. ആദ്യമേ അതിൻ്റെ ആ ബർണർ ബർണർ കത്തുന്നിടത്തോട്ടായിരിക്കും ആദ്യത്തെ ചൂട് അല്ലേ. അതിനുശേഷം എന്താണ് അത് അടുത്ത അത് സ്പ്രെഡായി എന്താണ് അതിൻ്റെ വട്ടം വരെ നിങ്ങൾ കത്തിക്കൊണ്ടിരിക്കുമ്പോൾ ആ പാത്രത്തിൻ്റെ വട്ടമെങ്കിലും ഒന്ന് തൊട്ട് നോക്കണേ. നല്ല തിളച്ചായിരിക്കും. എന്ന് വെച്ചാൽ നമ്മൾ വിചാരിക്കും താഴെയല്ലേ ചൂട് തീ കത്തിച്ചത്, എങ്ങനെ അത് മേളി വന്നു? അതാണ് ഈ പറയുന്നത്. അതായത് ഖരപദാർത്ഥത്തിൻ്റെ ഒരു ഭാഗത്ത് നമ്മൾ ചൂട് കൊടുക്കുമ്പോൾ ആ ഭാഗത്തുള്ള തന്മാത്രകൾ മോളിക്യൂൾസ് എന്താണ് അതിൻ്റെ താപം ആ ചൂടിങ്ങനെ സ്വീകരിച്ചിട്ട് അത് തൊട്ടടുത്തുള്ള തന്മാത്രകളിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുന്നു. ഈ താപം എന്നുള്ളിടത്ത് നിങ്ങൾ ചൂടെന്ന് ഓർത്താൽ മതി കേട്ടോ. എഴുതുമ്പോൾ താപം എഴുതണേ കുഞ്ഞുങ്ങളെ. പഠിക്കാൻ എളുപ്പത്തിന് വേണ്ടി ഞാൻ ഇങ്ങനെ പറഞ്ഞതാണ്. എന്താ കുഞ്ഞുങ്ങളെ, കട്ടിയായ ഒരു വസ്തുവിൻ്റെ ഭാഗത്ത് നമ്മൾ ചൂട് കൊടുക്കുമ്പോൾ ആ ഭാഗത്തുള്ള തന്മാത്രകൾ എന്ത് ചെയ്യുന്നു? ആ ചൂടിനെ അങ്ങ് സ്വീകരിക്കും. എന്നിട്ട് അത് തൊട്ടടുത്തുള്ള തന്മാത്രകളിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുന്നു. എളുപ്പമല്ലേ പഠിക്കാൻ? എന്നിട്ട് ആ ചൂടെന്നുള്ളിടത്ത് വരുമ്പോൾ താപം എന്നങ്ങ് മാറ്റിയാൽ മതി. ഇങ്ങനെ താപം കൈമാറി പ്രേക്ഷണം ചെയ്യപ്പെടുന്ന രീതിയാണ് ചാലനം. പഠിക്കാൻ എളുപ്പമല്ലേ? അത് തന്നെയാണ് ഇംഗ്ലീഷും
ആവശ്യം പറഞ്ഞു അല്ലേ, അതിൻ്റെ മലയാളം ഇപ്പം നമ്മൾ പറഞ്ഞു. വെൻ ഹീറ്റ് ഈസ് റിസീവ്ഡ് അറ്റ് വൺ എൻഡ് ഓഫ് എ മെറ്റൽ റോഡ് ദ മോളിക്യൂൾസ് അറ്റ് ദാറ്റ് എൻഡ് റിസീവിൽ ദ ഹീറ്റ് ആൻഡ് ട്രാൻസ്ഫർ ഇറ്റ് ടു ദി നിയറസ്റ്റ് മോളിക്യൂൾസ്, അതിൻ്റെ അടുത്ത തന്മാത്രയിലോട്ട് പോകുന്നു. ദിസ് മെത്തേഡ് ഓഫ് ട്രാൻസ്മിഷൻ ഓഫ് ഹീറ്റ് ഈസ് കാൾഡ് കണ്ടക്ഷൻ. അത് പഠിക്കണേ നിങ്ങൾ, അത് ഇമ്പോർട്ടൻ്റ് ഒരു ചോദ്യം കേട്ടോ. ഒന്നും പഠിച്ചില്ലേലും നിങ്ങൾ ഈ പാഠത്തിൽ അത് പഠിക്കണം കേട്ടോ. ഇനി അതുപോലെ തന്നെ താപം നന്നായി കടത്തിവിടുന്നവ ഏതെല്ലാം? എന്താ ചൂട് നന്നായി കടത്തിവിടുന്ന, നമ്മൾ ഗ്യാസിലോട്ട് അല്ലെ ചൂട് തീ കത്തുന്നതിലോട്ട് എടുത്ത് വെക്കുമ്പോൾ ഏറ്റവും എളുപ്പം ചൂട് കയറി പിടിക്കുന്നത് അലൂമിനിയം, കോപ്പർ, അയൺ. അലൂമിനിയവും ഇരുമ്പും ചെമ്പും ഒക്കെയാണ് കേട്ടോ. താപം കടത്തിവിടാത്തവയോ നമ്മൾ വുഡും ഗ്ലാസ് റോഡുമാണ്. മരക്കഷ്ണവും ഗ്ലാസ് റോഡും ഒക്കെ എന്താണ് പതുക്കെ അല്ലേ, പതുക്കെ മാത്രമേ നമ്മളൊരു തടി കഷ്ണം എടുത്ത് അടുപ്പിലോട്ട് വെച്ചാൽ ഒറ്റയടിക്കാൻ കത്തുവോ ഇല്ല, അത് പതുക്കെ കത്തത്തുള്ളൂ കേട്ടോ. താപം നന്നായി കടത്തിവിടാത്തവയും കടത്തിവിടുന്നവയും നല്ലതുപോലെ പഠിക്കണേ കുഞ്ഞുങ്ങളെ. അപ്പോൾ 10 ക്വസ്റ്റ്യൻ ആൻസർ ആയിട്ടുണ്ട്. ഓക്കെ ആണല്ലോ. 11ാമത്തെ ക്വസ്റ്റ്യൻ ആണ്, ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. ഇതും എല്ലാം പ്രധാനപ്പെട്ട കേട്ടോ. വാട്ട് ആർ ഗുഡ് കണ്ടക്ടേഴ്സ് ആൻഡ് പുവർ കണ്ടക്ടേഴ്സ്? ഈ ഗുഡ് കണ്ടക്ടേഴ്സിൻ്റെ മലയാളം എന്താ? സുചാലകം. പുവർ കണ്ടക്ടറിന് കുചാലകം. സുചാലകവും കുചാലകങ്ങളും പേര് നല്ലപോലെ അറിയണേ നിങ്ങളെ. സുചാലകങ്ങളും കുചാലകങ്ങളും. ഗുഡ് കണ്ടക്ടേഴ്സ് ആൻഡ് പുവർ കണ്ടക്ടേഴ്സ്. സബ്സ്റ്റൻസ് വിച്ച് അലോ ഹീറ്റ് ടു പാസ് ത്രൂ ദം വെൽ ബൈ കണ്ടക്ടർ ആർ കാൾഡ് ഗുഡ് കണ്ടക്ടേഴ്സ്. അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് മറ്റേ എന്താ? ദോ സബ്സ്റ്റൻസ് വിച്ച് ഡു നോട്ട് അലോ ഹീറ്റ് ടു പാസ് ത്രൂ ദം വെൽ ആർ കാൾഡ് പുവർ കണ്ടക്ടേഴ്സ്. എന്ന് വെച്ചാൽ എന്താ? ചാലനം വഴി നമ്മുടെ താപത്തെ നന്നായി കടത്തിവിടുന്ന വസ്തുവാണ് എന്താ? ഗുഡ് കണ്ടക്ടർ അല്ലെങ്കിൽ സുചാലകങ്ങൾ. താപത്തെ കടത്തിവിടുന്നത് ഒരു മാർക്കിനും ചോദിക്കാം. താപത്തെ കടത്തിവിടുന്നതിൻ്റെ പേരാണ് സുചാലകങ്ങൾ, താപത്തെ കടത്തിവിടാത്തതിൻ്റെ പേരാണ് കുചാലകങ്ങൾ. മലയാളം എന്താ നിങ്ങളെ? അലോ ഹീറ്റ് ടു പാസ്, ഹീറ്റ് ടു പാസ് ചെയ്യുന്ന കണ്ടക്ടറാണ് ഗുഡ് കണ്ടക്ടർ. ഡു നോട്ട് അലോ ഹീറ്റ് പാസ് ത്രൂ എന്താണ്? പുവർ കണ്ടക്ടർ. ഇമ്പോർട്ടൻ്റ് അല്ലേ? എളുപ്പം പഠിക്കാൻ പറ്റത്തില്ലേ? ഇനി അതിന് കുറേ എക്സാമ്പിൾ ചോദിച്ചാൽ ഗുഡ് കണ്ടക്ടേഴ്സിനും പുവർ കണ്ടക്ടേഴ്സിനും എക്സാമ്പിൾ അലൂമിനിയം, ചെമ്പ്, ഇരുമ്പ്, പെൻസിലിൻ്റെ ലെഡ്, സ്റ്റീല്, ഇതെല്ലാം ഗുഡ് കണ്ടക്ടറാണ്. എന്നാൽ പുവർ കണ്ടക്ടറോ വുഡ്, ഗ്ലാസ്, പ്ലാസ്റ്റിക്, കോട്ടൺ, പേപ്പർ, ഇതെല്ലാം പുവർ കണ്ടക്ടേഴ്സുമാണ്. എങ്ങനെയുണ്ട്? ഗുഡ് കണ്ടക്ടേഴ്സും പുവർ കണ്ടക്ടേഴ്സും പഠിക്കാൻ പറ്റത്തില്ലേ? ഇനി അടുത്ത 12ാമത്തെ ചോദ്യം എന്താണ്? കൺവെക്ഷൻ. കൺവെൻഷന് പോകണമെന്നല്ലേ? കൺവെക്ഷൻ, സംവഹനം. കൺവെക്ഷൻ പേര് തിരിഞ്ഞു പോകരുത്. മുമ്പ് നമ്മൾ പഠിച്ചത് എന്താണ്? കണ്ടക്ട്. ഈ പേര് തിരിഞ്ഞു പോകരുത് കേട്ടോ, കാരണം എല്ലാം ഒരുപോലൊക്കെ ഇരിക്കുന്നതാണ്. കണ്ടക്ഷൻ ഉണ്ട്. കണ്ടക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചാലനം. ഇത് കൺവെക്ഷൻ എന്നാണ്. സംവഹനം. വാതകങ്ങളിലും ദ്രാവകങ്ങളിലും തന്മാത്രകളുടെ സ്ഥാനമാറ്റം മുഖേന നടക്കുന്ന താപപ്രേക്ഷണ രീതിയാണ് സംവഹനം. വാതകങ്ങളിലും ദ്രാവകങ്ങളിലും തന്മാത്രകളുടെ സ്ഥാനമാറ്റം മുഖേന നടക്കുന്ന താപപ്രേക്ഷണ രീതിയാണ് സംവഹനം. കൺവെക്ഷൻ ഈസ് ദ മെത്തേഡ് ഓഫ് ട്രാൻസ്മിഷൻ ഓഫ് ഹീറ്റ് ഇൻ ഗ്യാസസ് ആൻഡ് ലിക്വിഡ് ബൈ ദ ഡിസ്പ്ലേസ്മെന്റ് ഓഫ് മോളിക്യൂൾസ്. കൺവെക്ഷൻ ആണ്. കൺവെക്ഷൻ ഈസ് ദ മെത്തേഡ് ഓഫ് ട്രാൻസ്മിഷൻ ഓഫ് ഹീറ്റ് ഇൻ ഗ്യാസസ് ആൻഡ് ലിക്വിഡ് ബൈ ദ ഡിസ്പ്ലേസ്മെന്റ് ഓഫ് മോളിക്യൂൾസ്. കൺവെക്ഷൻ ഇത് 2 മാർക്കിൻ്റെ ഒരു ചോദ്യമാണ്. 12, 13ാമത്തെ ചോദ്യം. ചാലനത്തിലും സംവഹനത്തിലും താപപ്രേക്ഷണം നടക്കുമ്പോൾ തന്മാത്രകൾ വഹിക്കുന്ന പങ്ക് എന്താണ്? വാട്ട് ഈസ് ദ റോൾ ഓഫ് മോളിക്യൂൾസ് ഇൻ ദ ട്രാൻസ്മിഷൻ ഓഫ് ഹീറ്റ് ബൈ കണ്ടക്ഷൻ ആൻഡ് കൺവെക്ഷൻ? എന്താണ്? ഇൻ കൺവെക്ഷൻ ദ മോളിക്യൂൾസ് സെർവ് ആസ് ദ മീഡിയം. ഇപ്പം എന്താ ഞങ്ങളെ ആ ചോദ്യം മനസ്സിലാക്കണ്ടേ? ചാലനത്തിലും സംവഹനത്തിലും താപപ്രേക്ഷണം നടക്കുമ്പോൾ തന്മാത്രകൾ വഹിക്കുന്ന പങ്ക് എന്താണ്? നമ്മൾ പരീക്ഷയ്ക്ക് എന്താണ് ഹീറ്റ് എന്താണ്, മോളിക്യൂൾസ് എന്താണ് എന്നൊന്നും പഠിച്ചുകൊണ്ട് പോകല്ലേ കുഞ്ഞുങ്ങളെ. അതൊന്നും ആയിരിക്കത്തില്ല പരീക്ഷയ്ക്ക് ചോദിക്കുന്നത്. ഇങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങളായിരിക്കും ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണുന്നത് കേട്ടോ. പരീക്ഷയ്ക്ക് ഗുഡ് കണ്ടക്ടർ എന്തോന്നല്ലേ 4 എക്സാമ്പിളും പഠിച്ചുകൊണ്ട് പോയി. ബാഡ് കണ്ടക്ടർ അങ്ങനെയൊന്നും പഠിച്ചുകൊണ്ട് പോയാൽ മാത്രം പരീക്ഷയ്ക്ക് മാർക്ക് കിട്ടത്തില്ല. നമ്മൾ ഇങ്ങനെയൊക്കെയുള്ള ക്വസ്റ്റ്യൻ ആൻസറുകളാണ് കൂടുതലും ക്വസ്റ്റ്യനിൽ വരുന്നത്. എന്താ ഈ ചോദ്യം? ചാലനത്തിലും സംവഹനത്തിലും താപപ്രേക്ഷണം നടക്കുമ്പോൾ ഈ തന്മാത്രകൾ വഹിക്കുന്ന പങ്ക് എന്താണ്? വാട്ട് ഈസ് ദ റോൾ ഓഫ് മോളിക്യൂൾസ് ഇൻ ദ ട്രാൻസ്മിഷൻ ഓഫ് ഹീറ്റ് ബൈ കണ്ടക്ഷൻ ആൻഡ് കൺവെക്ഷൻ?
കേട്ടോ. എനിക്ക് ഈ കൺവെൻഷൻ എന്നാ എപ്പോഴും വരുന്നത് കേട്ടോ, അതുകൊണ്ട് അത് വരല്ലേ കുഞ്ഞുങ്ങളെ. കണ്ടക്ഷനും കൺവെക്ഷനുമാണ് കേട്ടോ. അതായത് ഇൻ കൺവെക്ഷൻ ദ മോളിക്യൂൾസ് സെർവ് ആസ് ദ മീഡിയം. തന്മാത്രകൾ താപപ്രേക്ഷണത്തിനുള്ള ഒരു മാധ്യമമായി ഇവിടെ നിലകൊള്ളുന്നു എന്നാണ് പറയുന്നത് കേട്ടോ. അടുത്ത 14-ാമത്തെ, ഡസ് ദ ഹീറ്റ് ഫ്രം ദ സൺ റീച്ച് ദ എർത്ത് ബൈ കണ്ടക്ഷൻ ഓർ കൺവെക്ഷൻ. സൂര്യനിൽ നിന്ന് ഭൂമിയിലേക്ക് ചാലനം വഴിയോ സംവഹനം വഴിയോ താപമെത്തുമോ? കാരണമെന്ത്? സൂര്യനിൽ നിന്നും ഭൂമിയിലേക്ക് ചാലനം വഴിയോ സംവഹനം വഴിയോ താപം എത്തുമോ? കാരണം എന്ത്? സൂര്യനിൽ നിന്നും ഭൂമിയിലേക്ക് ചാലനം വഴിയോ സംവഹനം വഴിയോ താപം എത്തുകയില്ല. കാരണം ഭൂമിക്കും സൂര്യനും ഇടയിലെ ശൂന്യ സ്ഥലമുണ്ട്. സൂര്യനും ഭൂമിക്കും ഇടയിൽ താപം പ്രേക്ഷണം ചെയ്യുന്നതിന് ഒരു മാധ്യമമില്ല എന്നാണ് പറയുന്നത് കേട്ടോ കുഞ്ഞുങ്ങളെ. നമ്മുടെ സൂര്യനിൽ നിന്നും ഭൂമിയിലേക്ക് ചാലനം വഴിയോ സംവഹനം വഴിയോ നമുക്ക് താപം എത്തുകയില്ല. ഉണ്ടോ? ഇല്ല. കാരണം ഭൂമിക്കും സൂര്യനും ഇടയിലെ ശൂന്യമായ സ്ഥലമുണ്ട് അല്ലേ? അത് നല്ലപോലെ പഠിക്കണം കുഞ്ഞുങ്ങളെ. സൂര്യനും ഭൂമിക്കും ഇടയിൽ താപപ്രേക്ഷണം ചെയ്യുന്നതിന് മാധ്യമമില്ല എന്നാ പറയുന്നത്. ദെയർ ഈസ് നോ മീഡിയം ബിറ്റ്വീൻ ദ എർത്ത് ആൻഡ് ദ സൺ. Therefore, heat cannot be transmitted by conduction or convection. കേട്ടോ. 14-ാമത്തെ ചോദ്യമാണ്. 15, ഹൗ ഡസ് ദ ഹീറ്റ് ഫ്രം ദ സൺ റീച്ച് ദ എർത്ത്? ഹൗ ഡസ് ദ ഹീറ്റ് ഫ്രം ദ സൺ റീച്ച് ദ എർത്ത്? എങ്ങനെയായിരിക്കും കുഞ്ഞുങ്ങളെ? അതായത് സൂര്യനിൽ നിന്നുള്ള താപം ഭൂമിയിലെത്തുന്ന മാർഗം ഏതാണ്? ഞാൻ അതിൻ്റെ മലയാളം എഴുതിയില്ലേ, കാണാൻ പറ്റത്തില്ലയോ? ഹൗ ഡസ് ദ ഹീറ്റ് ഫ്രം ദ സൺ റീച്ച് ദ എർത്ത്? എന്താ കുഞ്ഞുങ്ങളെ, അത് എഴുതിക്കോണേ, ഞാൻ എഴുതാൻ മറന്നത്, സോറി കേട്ടോ. സൂര്യനിൽ നിന്നുള്ള താപം ഭൂമിയിലെത്തുന്ന മാർഗം ഏതാണ്? ഏതാ കുഞ്ഞുങ്ങളെ? വികിരണം, അതായത് റേഡിയേഷൻ. റേഡിയേഷൻ മുതൽ നമുക്ക് അടുത്ത പാർട്ടിൽ ഇടാം കേട്ടോ. എല്ലാം കൂടെ ഒരുമിച്ചായാൽ നിങ്ങൾക്ക് നോട്ട് എഴുതാനും പഠിക്കാനും ബുദ്ധിമുട്ടാണ്. കുറേശ്ശെ നോട്ട് ചെയ്യാൻ തരാം കുഞ്ഞുങ്ങളെ. ഞാനാണെങ്കിൽ 5-ാം ക്ലാസ്സിൻ്റെ 2 ചാപ്റ്റർ തന്നെ ഇന്ന് ഇട്ടിട്ടുണ്ട്. കാരണം നോട്ട് പെൻഡിങ് വന്നായിരുന്നു. അപ്പോൾ അത് ഇന്നിപ്പോൾ 7-ാം ക്ലാസ്സിൻ്റെ ഞാൻ ഇത് ഇടുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ അത് വൃത്തിയായിട്ട് എഴുതി എടുത്ത് പഠിക്കണേ കേട്ടോ. അല്ലെങ്കിൽ നമുക്ക് ഇനിയിപ്പോൾ അധികം ദിവസമില്ലല്ലോ ക്രിസ്മസ് പരീക്ഷയ്ക്ക് കേട്ടോ. ക്ലാസ്സിലെ ഓരോ ചാപ്റ്റർ വെച്ച് ഇപ്പോൾ ടെസ്റ്റ് നടന്നുകൊണ്ടിരിക്കുകയല്ലേ. അപ്പോൾ ഇത് വൃത്തിയായിട്ട് ഈ 15 ക്വസ്റ്റ്യൻ കേട്ടോ, ഫസ്റ്റ് പാർട്ടാണ്. 15 ക്വസ്റ്റ്യനും വൃത്തിയായിട്ട് എഴുതി നിങ്ങൾ ആ കമൻറ്റ് ബോക്സിൽ അത് പറയണേ നിങ്ങളെ. മനസ്സിലാവുന്നുണ്ടെങ്കിലും ഇല്ലെങ്കിലും കമൻറ്റ് ബോക്സ് പറയാം കേട്ടോ. ഞാൻ എപ്പോഴും കമൻറ്റ് ബോക്സിൽ ഇതിൽ ഞാൻ നാളെയായിട്ട് ആരൊക്കെയാണ് കമൻറ്റ് ഇടുന്നതെന്നും കൂടെ ഞാൻ നിങ്ങളെ കാണിക്കാം കേട്ടോ. ഓക്കെ നിങ്ങളെ കേട്ടോ. താങ്ക് യു.